യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈശോ ഒരു സിനഗോഗിൽ ഞാൻ ദൈവത്തിൻ്റെ വചനമാണ് എന്ന് ആ വിഷയത്തെ സംബന്ധിച്ച് ഈശോ സംസാരിക്കുന്ന വചനഭാഗമാണ് ഇപ്പോൾ നാം കേൾക്കാൻ പോകുന്നത്. ജനങ്ങൾ ഗുരുവിൻ്റെയും സിനഗോഗ് തലവൻ്റെയും പിന്നാലെ സിനഗോഗിലേക്ക് പോവുകയാണ്. സിനഗോഗ് നിറയെ ആളുകളുണ്ട്. സിനഗോഗ് തലവൻ ഒരു ചുരുളെടുത്ത് വായിക്കുന്നു. സോളമൻ ദാവീദിൻ്റെ കോട്ടയ്ക്കുള്ളിൽ നിന്ന് ഫറവോയുടെ പുത്രിയെ അവൾക്കായി നിർമ്മിച്ച ഭവനം വരെ കൊണ്ടുവന്നു. കാരണം അവൻ പറഞ്ഞു, എൻ്റെ ഭാര്യ ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദിൻ്റെ കൊട്ടാരത്തിൽ ജീവിക്കരുത്. കാരണം കർത്താവിൻ്റെ പേടകം അതിൽ പ്രവേശിച്ചപ്പോൾ അത് വിശുദ്ധീകരിക്കപ്പെട്ടു. ഇതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ പ്രവൃത്തി തെറ്റോ ശരിയോ? എന്തുകൊണ്ട്? അത് സംശയമെന്നെ ശരിയാണ്. കാരണം കർത്താവിൻ്റെ പേടകം അതിൽ പ്രവേശിച്ചപ്പോൾ ആ ഭവനം പവിത്രമാക്കപ്പെട്ടു. അതുനിമിത്തം അത് ബഹുമാനത്തിന് അർഹനാകുന്നു. എന്നാൽ ഫറവോയുടെ പുത്രി സോളമൻ്റെ ഭാര്യയായതിനാൽ അതിനാൽ തന്നെ അവൻ്റെ ഭവനത്തിൽ താമസിക്കുന്നത് അർഹതയുള്ളവളല്ലേ? ആദാമിൻ്റെ വാക്കുകളനുസരിച്ച് ഭാര്യ ഭർത്താവിൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമായി തീരുമല്ലോ. അങ്ങനെയെങ്കിൽ അവളുടെ ഭർത്താവ് അശുദ്ധമാക്കാത്തത് അവൾക്കെങ്ങനെ അശുദ്ധമാക്കുവാൻ കഴിയും? എസ്രായുടെ 1-ാം പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വിജാതിയായ സ്ത്രീയെ വിവാഹം ചെയ്തുകൊണ്ട് നീ പാപം ചെയ്തിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പാപം നീ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സോളമൻ വിഗ്രഹാരാധന നടത്തിയതിൻ്റെ ഒരു കാരണം വിജാതിയായ സ്ത്രീകളെ വിവാഹം ചെയ്തതുകൊണ്ടാണ്. ദൈവം അരുളി ചെയ്തിട്ടുണ്ട്, വിജാതീയ സ്ത്രീകൾ നിങ്ങളുടെ ഹൃദയങ്ങളെ വഴിതെറ്റിച്ച് വിജാതീയരായ ദേവന്മാരെ പിന്തുടരുന്നവരാക്കും. അതിൻ്റെ അനന്തരഫലം നമുക്കറിയാവുന്നതാണ്. എന്നാൽ അവൻ ഫറവോയുടെ പുത്രിയെ വിവാഹം ചെയ്തുകൊണ്ട് അവന് വഴിതെറ്റിയില്ല. കാരണം അവൻ ആ പരിശുദ്ധ ഭവനത്തിൽ വസിക്കേണ്ടതില്ലെന്ന് അവൻ ബുദ്ധിപൂർവം തീരുമാനിച്ചു. ദൈവത്തിൻ്റെ നന്മ നമ്മുടെ അളവുകോലുകൊണ്ട് അളക്കുവാൻ സാധിക്കുകയില്ല. മനുഷ്യൻ എപ്പോഴും തെറ്റ് ചെയ്യുന്നവനാണെങ്കിലും മറ്റുള്ളവർ ഒരു പ്രാവശ്യം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ക്ഷമിക്കുകയില്ല. എന്നാൽ ദൈവം മനുഷ്യൻ്റെ ആവർത്തിച്ചുള്ള കുറ്റങ്ങളും ക്ഷമിക്കുന്നവനാണ്. എന്നാൽ നിർദ്ദയം അതേ പാപം ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം അനുവദിക്കുകയില്ല. അതിനാൽ ആദ്യത്തെ പാപം ചെയ്തു കഴിയുമ്പോൾ ദൈവം പാപിയുടെ ഹൃദയത്തോട് സംസാരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ നന്മയെ ബലഹീനമായി കരുതി മാനസാന്തരത്തിന് ഒരുങ്ങുന്നില്ലെന്ന് കാണുമ്പോൾ ദൈവം അവനെ ശിക്ഷിക്കുന്നു. കാരണം ദൈവത്തെ അവഹേളിക്കുവാൻ പാടില്ല. അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണെങ്കിലും ഫറവോയുടെ പുത്രി മലിനതയുടെ വിജ്ഞാനിയായ ആ രാജാവിൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു. രോഗം വരുന്നത് ഒരു രോഗാണു രക്തത്തിൽ പ്രവേശിക്കുമ്പോഴല്ല, ആദ്യത്തേതിൽ നിന്ന് വളരെയേറെ അണുക്കൾ വർദ്ധിച്ച് രക്തത്തെ ദുഷിപ്പിക്കുമ്പോഴാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. മനുഷ്യൻ്റെ പാപവും അങ്ങനെ തന്നെ. നിർദോഷമെന്ന് തോന്നുന്ന ഒരളവിൽ അത് ആരംഭിക്കുന്നു. തിന്മയോടൊപ്പം അടുപ്പം ക്രമേണ വർദ്ധിപ്പിക്കും. പിന്നീട് മനസ്സാക്ഷിയുടെ ഒത്തുതീർപ്പിലെത്തും. ദൈവത്തോടുള്ള അനുസരണയും അവൻ്റെ ഉത്തരവാദിത്വങ്ങളും ഉപേക്ഷിക്കും. അത് ശീലമാക്കി കൂടുതൽ ഗൗരവമായ പാപങ്ങളിൽ വീഴും. സോളമൻ്റെ കാര്യത്തിൽ അത് വിഗ്രഹാരാധന വരെ എത്തി. തന്മൂലം ഇസ്രായേലിൻ്റെ ശീഷ്മയ്ക്കിടയിലും അതിൻ്റെ ദുരന്തഫലങ്ങൾ ഇന്നും നിലനിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നീ പറയുന്നത് വളരെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടെന്നും വിശുദ്ധ വസ്തുക്കളോട് വളരെ ആദരവ് ഉണ്ടായിരിക്കണമെന്നുമാണ്, അല്ലേ? തീർച്ചയായും അതുതന്നെ. എന്നാൽ ഇക്കാര്യം കൂടെ എനിക്ക് വിശദീകരിച്ചു തരാമോ? നീ പറയുന്നു നീ ദൈവത്തിൻ്റെ വചനമാണെന്ന്. അത് ശരിയാണോ? അതെ, ഞാൻ ദൈവത്തിൻ്റെ വചനമാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സുവിശേഷം എത്തിച്ചു കൊടുക്കുന്നതിനും അവരെ എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനുമാണ് അവൻ എന്നെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ പറയുന്നത് പോലെ തന്നെയാണ് യാഥാർത്ഥ്യമെങ്കിൽ നീ പേടകത്തേക്കാൾ ശ്രേഷ്ഠത ഉള്ളവനല്ലേ? കാരണം പേടകത്തെ ഗ്രഹിച്ചിരുന്ന മഹത്വത്തിൽ നിന്നാണ് ദൈവം വാഴുന്നത്. നീ പറഞ്ഞത് ശരിയാണ്.
അതാണ് സത്യം. പിന്നെ എന്തുകൊണ്ടാണ് നീ നിന്നെ തന്നെ മലിനമാക്കുന്നത്? ഇത് പറയുവാനാണോ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? എനിക്ക് നിന്നോട് സംസാരിക്കുവാൻ നിന്നെ പ്രേരിപ്പിച്ചവരോടും സഹതാപമുണ്ട്. ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കുവാൻ പാടില്ല, കാരണം എല്ലാ ന്യായീകരണവും നിങ്ങൾ വിദ്വേഷം നിമിത്തം തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെന്നും എന്നെ തന്നെ ഞാൻ അശുദ്ധനാക്കുന്നു എന്നും നിങ്ങൾ ആരോപിക്കുന്നതിനെതിരെ ഒരു നീതീകരണം തരാം. ശ്രദ്ധ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ നിന്നോട് മറുപടി പറയുന്നു, നിനക്ക് തെറ്റുപറ്റി. മരിച്ചുകൊണ്ടിരിക്കുന്നവരെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ എൻ്റെ കൈകൾ ഞാൻ തുറക്കുന്നു. അതുപോലെ ഞാൻ എൻ്റെ കൈകൾ ശാരീരികമായി എന്നതിനേക്കാൾ യഥാർത്ഥമായി മരിച്ചുകൊണ്ടിരിക്കുന്നവരെയും മരിച്ചു കഴിഞ്ഞവരെയും സ്വീകരിക്കുവാൻ തുറക്കുന്നു. അതായത് പാപികളെ, ചത്തു ചീഞ്ഞവരെ ഉയർപ്പിച്ച് നിത്യജീവൻ നൽകേണ്ടതിന്, വീണ്ടും അവർ മരിക്കാതിരിക്കേണ്ടതിന് എൻ്റെ കൈകൾ തുറന്നു കൊടുക്കുന്നു. ഇത് വ്യക്തമാക്കാൻ ഒരു ഉപമ ഞാൻ പറയാം. ഒരു മനുഷ്യൻ ധാരാളം തിന്മകൾ ചെയ്തു ജീവിച്ചു. അതിൻ്റെ ഫലമായി അയാൾക്ക് കുഷ്ഠം പിടിപെട്ടു. മനുഷ്യ സമൂഹം അവനെ ബഹിഷ്കരിച്ചു. കഠിനമായ ഏകാന്തതയുടെ വേദനയിൽ അയാൾ അവനെ ഈ സ്ഥിതിയിലാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി. അങ്ങനെ അനേക വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെയിരിക്കെ അവൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്നിരിക്കെ ഒരു ദിവസം പെട്ടെന്ന് അവൻ സുഖം പ്രാപിച്ചു. അപ്പോൾ അയാൾ എന്താണ് ചെയ്യുക? കർത്താവ് അവനോട് കാരുണ്യം കാണിച്ചതിനാൽ അവന് നേരെ വീട്ടിലേക്ക് പോകാൻ കഴിയുമോ? ഇല്ല. ആദ്യം അവൻ പുരോഹിതൻ്റെ അടുക്കൽ പോകണം. പുരോഹിതൻ അവനെ പരിശോധിക്കുകയും കുറച്ചുനാൾ കഴിഞ്ഞ് അവനെ ശുദ്ധീകരിച്ച് 2 ചെങ്ങാലികളെയും ബലിയർപ്പിക്കുകയും വേണം. അതിനുശേഷം അവൻ പോയി അവൻ്റെ വസ്ത്രങ്ങൾ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല പുരോഹിതൻ്റെ പക്കലേക്ക് വീണ്ടും ചെന്ന് നിയമപ്രകാരം കറയറ്റ ആട്ടിൻകുട്ടിയെയും പെണ്ണാടിനെയും മാവും എണ്ണയും കാഴ്ചയർപ്പിക്കണം. അപ്പോൾ പുരോഹിതൻ അവനെ വിശുദ്ധ സ്ഥലത്തിൻ്റെ വാതിൽക്കിലേക്ക് കൊണ്ടുപോകും. അവർക്ക് അങ്ങനെ ഇസ്രായേൽ ജനത്തിലേക്ക് മതപരമായി പ്രവേശനം ലഭിക്കുന്നു. എന്നാൽ എന്നോട് നിങ്ങൾ പറയൂ, ആദ്യം പുരോഹിതൻ്റെ പക്കലേക്ക് എന്തു കാരണത്താലാണ് പോയത്? ആദ്യത്തെ ശുദ്ധീകരണം ലഭിക്കുവാനും അതുവഴി വലിയ ശുദ്ധീകരണത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയേണ്ടതിനും വിശുദ്ധ ജനങ്ങളുടെ സമൂഹത്തിൽ വീണ്ടും സ്വീകരിക്കപ്പെടുന്നതിനുമായി. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാരണം ആദ്യം തന്നെ അയാൾ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടില്ല. ഇല്ല, അവൻ്റെ ശരീരത്തിലും ആത്മാവിലും വളരെ പോരായ്മകൾ പിന്നെയുമുണ്ട്. എന്നാൽ പിന്നെ തീർത്തും അശുദ്ധനായിരിക്കുമ്പോൾ ആദ്യം പുരോഹിതൻ്റെ അടുത്ത് ചെല്ലുവാനും പിന്നീട് വിശുദ്ധ സ്ഥലത്തിൻ്റെ സമീപമെത്താനും അവനെങ്ങനെ ധൈര്യപ്പെട്ടു? ജീവിച്ചിരിക്കുന്നവരുടെ സമൂഹത്തിലേക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ പുരോഹിതൻ്റെ പക്കൽ പോകേണ്ടത് ആവശ്യമാണ്. ഈ മാർഗമല്ലാതെ വേറെ മാർഗമില്ല. അപ്പോൾ വിശുദ്ധ സ്ഥലമോ? കാരണം ദൈവത്തിന് മാത്രമേ പാപം മോചിക്കുവാൻ കഴിയൂ. വിശുദ്ധ തിരശ്ശീലയ്ക്കപ്പുറത്ത് ദൈവം അവൻ്റെ മഹത്വത്തിൽ വസിക്കുന്നു എന്നത് ഞങ്ങളുടെ വിശ്വാസമാണ്. അവിടെ നിന്നാണ് പാപമോചനം ലഭിക്കുന്നത്. സുഖം പ്രാപിച്ച മനുഷ്യൻ പുരോഹിതനെയും വിശുദ്ധ സ്ഥലത്തെയും സമീപിക്കുമ്പോൾ പാപ വിമുക്തനല്ല, അല്ലേ? അല്ല, തീർച്ചയായുമല്ല. വക്രമായ ചിന്തയും ആത്മാർത്ഥത അവശേഷമില്ലാത്ത ഹൃദയവുമുള്ള മനുഷ്യരെ, നിങ്ങൾ എന്തിനാണ് കുറ്റം ആരോപിക്കുന്നത്? പുരോഹിതനും വിശുദ്ധ സ്ഥലവുമായ ഞാൻ ആത്മാവിൽ കുഷ്ഠം ബാധിച്ച് എൻ്റെ അടുക്കൽ ബാധിച്ചവർ എൻ്റെ അടുക്കൽ വരുന്നതിന് അനുവദിച്ചെങ്കിൽ അത് തെറ്റാണോ? ശരി, നഷ്ടപ്പെട്ട ആ സ്ത്രീ ഇപ്പോൾ ഇവിടെ എൻ്റെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ചുങ്കക്കാരനായ ലേവിയും അവൻ്റെ പുതിയ ആത്മാവും പുതിയ ജോലിയുമായി അവന് മുമ്പേ വന്ന പലരുടെയും കൂടെയുണ്ട്. അവർക്ക് അങ്ങനെ എൻ്റെ കൂടെയായിരിക്കാം. കാരണം കർത്താവിൻ്റെ ജനങ്ങളുടെ സമൂഹത്തിലേക്ക് അവർ വീണ്ടും സ്വീകരിക്കപ്പെടുന്നു. ദൈവമഹത്വമനുസരിച്ചാണ് അവർ എൻ്റെ പക്കൽ വരുന്നത്. വിധിക്കുന്നതിനും പാപമോചനം നൽകുന്നതിനും സുഖപ്പെടുത്തുന്നതിനും അവൻ എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. ഫറവോയുടെ പുത്രി വിഗ്രഹാരാധനയിൽ ഉറച്ചു നിന്ന പോലെ അവരും പാപത്തിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ അശുദ്ധി ഉണ്ടാകുമായിരിക്കും. എന്നാൽ അവർ എൻ്റെ പഠനങ്ങൾ സ്വീകരിക്കുകയും അതുവഴി ദൈവകൃപയിലേക്ക് ഉയരുകയും ചെയ്തുകൊണ്ട് അശുദ്ധിയൊന്നുമില്ല. എനിക്ക് കണികൾ വയ്ക്കുന്ന നസ്രത്തിലെ പുരുഷന്മാരെ, പിതാവിൻ്റെ വചനവും ജ്ഞാനവും സത്യവും എന്നിൽ ഉണ്ടാകുവാൻ സാധ്യതയില്ലെന്ന് നിങ്ങൾ കരുതുന്നത് കൊണ്ടാണ് കെണിവെക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപികളെ അനുകരിക്കുക. സത്യത്തിലേക്ക് വരുന്ന കാര്യത്തിൽ അവർ സത്യമായും നിങ്ങളെക്കാൾ മികവ് കാട്ടുന്നു. വീണ്ടും ഞാൻ പറയുന്നു, എന്നെ എതിർക്കാൻ ഹീനമായ കെണികൾ നിങ്ങൾ ഒരുക്കരുതേ. അത് ചെയ്യരുതേ.
നിങ്ങൾ ചോദിക്കൂ, അപ്പോൾ എൻ്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ നിങ്ങൾക്കും ജീവൻ്റെ വാക്കുകൾ ഞാൻ തരാം. ഈ നാടിൻ്റെ മക്കളിൽ ഒരുവനെ പോലെ എന്നെ സ്വീകരിക്കൂ. എനിക്ക് നിങ്ങളോട് ഒരു വിരോധവുമില്ല. എൻ്റെ കൈകൾ നിങ്ങളെ തലോടാൻ വെമ്പൽ കൊള്ളുന്നു. എൻ്റെ ഹൃദയം നിങ്ങളെ പഠിപ്പിക്കുവാനും സന്തോഷവാന്മാരാക്കുവാനും ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പ്രീതിയുള്ളവരാകുവാൻ ഞാൻ എത്രയോ അധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സാബത്ത് നിങ്ങളുടെ കൂടെ ആചരിക്കുകയും നിങ്ങളെ പുതിയ പ്രമാണം പഠിപ്പിക്കുകയും ചെയ്യാം. നിരവധി ആളുകൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, ഞങ്ങൾ നാളെ ഇവിടെ വരാം. നീ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കണം. രാത്രിയിൽ നിങ്ങളെ മതിക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളും നീങ്ങിപ്പോകുന്നതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ മുൻവിധികളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് നീങ്ങി അതിനെ സ്വതന്ത്രനാക്കട്ടെ. ലോകം മുഴുവനും വേണ്ടി സുവിശേഷം കൊണ്ടുവന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾ മനസ്സിലാക്കണമെന്നും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം.